പാലക്കാട് നടക്കുന്ന കോൺഗ്രസിലൊരു ഡ്രാമ നമ്മളെല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാനിത് കേൾക്കുമ്പോൾ വളരെ ഒരു സർപ്രൈസ്ഡ് ഒന്നുമില്ല. കാരണം ഇത് കോൺഗ്രസിന്റെ ഒരു DNA ആണ്. എക്സ്പ്ലോയിറ്റേഷൻ, അഴിമതി, ഈ ഡൈനസ്റ്റി പോളിറ്റിക്സ്, ഈ മൂന്നും അതിനൊപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഒരു DNA-യിലാണ്. അപ്പൊ ഇന്ന് ഈ പുള്ളിക്കാരനാണ്, അതിനു മുമ്പ് വേറെ ആരായിരുന്നു? ഇത് ഇവരുടെ പാർട്ടിന്റെ ഒരു രീതിയും സംസ്കാരമാണെന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയുന്നു. പാർട്ടി പറഞ്ഞു, ഇതിൽ രാഷ്ട്രീയമൊന്നുമല്ല, ഇത് സത്യമാണ്. പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് രാജിവെച്ചു, ഓക്കെ, അത് അവരുടെ ഇന്റേണൽ ഡിസിഷൻ. പക്ഷെ പാലക്കാട് ജനങ്ങൾക്ക് ഒരു അവകാശമാണ്, ഒരു ക്ലീൻ നോൺ എക്സ്പ്ലോയിറ്റിംഗ് MLA വേണം. അപ്പോ MLA പദ്ധതിയിൽ നിന്ന് രാജിവെക്കണമെന്ന് ഞങ്ങളുടെ നിർബന്ധമല്ല, പാലക്കാട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അതിൽ ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് പോകും. MLA പൊസിഷന് ഇയാൾ രാജിവെക്കണം. പിന്നെ ഇത് അവരുടെ DNA സംസ്കാരം മാത്രമല്ല, ഇന്നിപ്പോ എല്ലാവരും കാണുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു ഇന്റേണൽ ഫാക്ഷനലിസം നമുക്ക് കാണാൻ കിട്ടുന്നു. ന്യായീകരിക്കാൻ ചിലവർക്ക് ഇറങ്ങുന്നു. ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ? ആർക്കാണ് ഇതിന്റെ കോൺഫിഡൻസ്? ഒരു പബ്ലിക് എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഇത് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? CPM-കാരും ചെയ്തു. അപ്പൊ CPM-കാര് ചെയ്താൽ ഇത് സത്യമായോ, ശരിയായോ, കറക്റ്റായോ? അപ്പൊ പാർട്ടിന്റെ ഇതിന്റെ കുറിച്ച് പറയാനുള്ളത് ഇതാണ്. MLA സ്ഥാനത്ത് നിന്ന് ഇയാൾ രാജിവെക്കണം. ഇതാണ് ശരിക്കും മൊറാലിറ്റിയും കറക്റ്റ്നെസ്സും ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അത് മാത്രമേ അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അവർ രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും.